Good morning, students. Plus 2 Sampathika Shastra online class like all vidyarthiകളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. We are discussing the second chapter of microeconomics. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിലെ രണ്ടാമത്തെ അധ്യായമായ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. ഉപഭോക്തൃ പെരുമാറ്റ സിദ്ധാന്തമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് സെഷനിൽ നമ്മൾ ലോ ഓഫ് ഡിമാൻഡിനെ കുറിച്ച് ലോ ഓഫ് ഡിമാൻഡിന്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ചോദന നിയമം അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് മനസ്സിലാക്കിയത്. യൂട്ടിലിറ്റി അനാലിസിസ് രണ്ടെണ്ണമാണ്. രണ്ട് രീതിയിൽ നമുക്ക് ഉപയുക്തത വിശകലനം ചെയ്യാൻ കഴിയും. വാട്ട് ആർ ദേ? വൺ ഈസ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. നമ്മളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. പരിമാണ ഉപയുക്തത വിശകലന രീതി. പരിമാണ ഉപയുക്തത വിശകലന രീതി പറയുന്നത് നമുക്ക് ലഭിക്കുന്ന സംതൃപ്തിയെ, ഉപഭോഗം ചെയ്യുന്ന വസ്തുവിൽ നിന്ന് അല്ലെങ്കിൽ സേവനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സംതൃപ്തിയെ നമുക്ക് അളക്കാൻ കഴിയും. വി ക്യാൻ മെഷർ യൂട്ടിലിറ്റി ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ് എന്നാണ് പരിമാണ ഉപയുക്തത വിശകലന രീതി അഥവാ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് വിശദീകരിക്കുന്നത്. പക്ഷേ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിന്റെ വലിയൊരു പോരായ്മയും അത് തന്നെയാണ്. കാരണം സംതൃപ്തിയെ നമുക്ക് അളക്കാൻ കഴിയും സംഖ്യകൾ ഉപയോഗിച്ച് എന്ന് പറയുന്നത് യഥാർത്ഥ ജീവിതത്തിൽ അത് ഇമ്പോസിബിളാണ്. വി കനോട്ട് മെഷർ യൂട്ടിലിറ്റി. നമുക്കൊരിക്കലും ഉപഭോഗം ചെയ്യുന്ന വസ്തുവിന് നിന്ന് ലഭിക്കുന്ന ഉപയുക്തത അഥവാ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കൃത്യമായിട്ട് സംഖ്യകൾ ഉപയോഗിച്ച് അളക്കാൻ കഴിയില്ല. സോ ദാറ്റ് ഈസ് എ മേജർ ഡിഫക്റ്റ് ഓഫ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. ആ ഒരു കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് പ്രകാരം നമ്മൾ രണ്ട് മെഷർമെന്റിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിരുന്നു. ടോട്ടൽ യൂട്ടിലിറ്റി, മൊത്തം ഉപയുക്തത, അതുപോലെ തന്നെ സീമാന്ത ഉപയുക്തത. അതുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായ ഒരു നിയമം ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. അവിടെയൊക്കെ നമ്മൾ എസ്യൂം ചെയ്യുന്നത് യൂട്ടിലിറ്റി നമുക്ക് അളക്കാൻ കഴിയും, ഉപയുക്തത നമുക്ക് മെഷർ ചെയ്യാൻ കഴിയും എന്നുള്ള ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതെല്ലാം മനസ്സിലാക്കിയത്. പക്ഷേ ഒരിക്കലും നമുക്ക് യൂട്ടിലിറ്റി എന്ത് ചെയ്യാൻ കഴിയില്ല. വി കനോട്ട് മെഷർ യൂട്ടിലിറ്റി ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ്. സംഖ്യകൾ ഉപയോഗിച്ച് ഒരിക്കലും അളക്കാൻ കഴിയുകയില്ല. സോ അവിടെയാണ് രണ്ടാമത്തെ ഉപയുക്തത വിശകലന രീതിയുടെ പ്രാധാന്യം, പ്രസക്തി വരുന്നത്. ദ സെക്കൻഡ് വൺ ഈസ് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. സ്ഥാനീയ ഉപയുക്തത വിശകലന രീതിയാണ് രണ്ടാമത്തെ വിശകലന രീതി. ഇപ്പം ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ആണ് നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ യൂട്ടിലിറ്റി അളക്കാൻ കഴിയില്ല. നമുക്ക് യൂട്ടിലിറ്റി ഒരിക്കലും കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് വെച്ചിട്ട് വിശദീകരിക്കാൻ സാധ്യമല്ല. വി കാനോട്ട് മെഷർ യൂട്ടിലിറ്റി എന്നാണ് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാനേ പറ്റുകയുള്ളൂ യൂട്ടിലിറ്റി? വി ക്യാൻ നോട്ട് മെഷർ യൂട്ടിലിറ്റി, വി ക്യാൻ ഓൺലി കമ്പയർ യൂട്ടിലിറ്റി ഓർ വി ക്യാൻ റാങ്ക് യൂട്ടിലിറ്റി. ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് അതാണ് മുന്നോട്ട് വെക്കുന്നത്. ഉപയുക്തത ഒരിക്കലും അളക്കാൻ കഴിയില്ല സംഖ്യകൾ ഉപയോഗിച്ച്. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഉപയുക്തത നമുക്ക് അഥവാ സാറ്റിസ്ഫാക്ഷൻ, നമുക്ക് ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയും. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? റാങ്ക് ചെയ്യാൻ കഴിയും. അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, അങ്ങനെ നമുക്ക് ഉപയുക്തതയെ എന്ത് ചെയ്യാൻ കഴിയും? റാങ്ക് ചെയ്യാൻ കഴിയും. അഥവാ നമുക്ക് ലഭിക്കുന്ന സംതൃപ്തി നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയും. ഇതാണ് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിന്റെ അടിസ്ഥാനം. അഥവാ സ്ഥാനീയ ഉപയുക്തത വിശകലന രീതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമുക്ക് യൂട്ടിലിറ്റി അഥവാ സംതൃപ്തി നമുക്ക് റാങ്ക് ചെയ്യാൻ കഴിയും. വി ക്യാൻ റാങ്ക് ഓർ വി ക്യാൻ കമ്പയർ. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? യൂട്ടിലിറ്റി നമുക്ക് താരതമ്യ പഠനത്തിന് സാധ്യമാവും. സോ ദാറ്റ് ഈസ് ദ ബേസിസ് ഓഫ് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. സോ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് assumes that utility cannot be measured in terms of numbers. It can be only ranked or it can be compared. നമുക്ക്
സംതൃപ്തിയെ താരതമ്യം ചെയ്യാൻ കഴിയും. നമുക്ക് ലഭിക്കുന്ന സംതൃപ്തി വസ്തുക്കൾ ഉപഭോഗം ചെയ്യുമ്പോൾ, അതോ സേവനം ഉപഭോഗം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സംതൃപ്തി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? റാങ്ക് ചെയ്യാൻ കഴിയും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഫ്രൂട്ട് കടകളിൽ പോയിട്ട് ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്, ആപ്പിൾസ്, ഓറഞ്ചസ്, ബനാനാസ്, ഗ്രേപ്സ്. ഇതിൽ നിന്ന് നമ്മൾ ഓറഞ്ചസ് സെലക്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. നമ്മൾ ഉപഭോഗം ചെയ്യുന്നത് ഓറഞ്ചസ് ആണ്. സോ നമുക്ക് പറയാൻ കഴിയും, നമുക്ക് കൂടുതൽ സംതൃപ്തി, അതായത് എനിക്ക് കൂടുതൽ സംതൃപ്തി നൽകുന്നത് ഓറഞ്ചസ് ആണെന്ന് പറയാൻ കഴിയുകയുള്ളൂ. ഇത്ര സംതൃപ്തി, അതായത് എനിക്ക് ഓറഞ്ചസ് 20 യൂട്ടിൽസ് തരുന്നുണ്ട്, എനിക്ക് ആപ്പിൾസ് 15 യൂട്ടിൽസ് തരുന്നുണ്ട്, എനിക്ക് ഗ്രേപ്സ് 8 യൂട്ടിൽസ് തരുന്നുള്ളൂ. അങ്ങനെ നമുക്കൊരിക്കലും സംഖ്യകൾ ഉപയോഗിച്ചിട്ട് അത് പറയാൻ കഴിയില്ല. നമുക്ക് ഇത്രയേ പറയാൻ കഴിയുള്ളൂ. ഫസ്റ്റ് റാങ്ക്, ഐ വിൽ ഗിവ് ഫസ്റ്റ് റാങ്ക് ടു ഓറഞ്ചസ്. എനിക്ക് ഓറഞ്ചസ് ആണ് എനിക്ക് കൂടുതൽ സംതൃപ്തി നൽകുന്നത്. 1ാം സ്ഥാനം ഞാൻ കൊടുക്കുന്നത് ഓറഞ്ചസിനാണ്. 2ാം സ്ഥാനം, സെക്കൻഡ് റാങ്ക് ഞാൻ കൊടുക്കുന്നത് ആപ്പിൾസിനാണ്. 3rd ആണ് ഞാൻ ബനാനാസിന് കൊടുക്കുന്നത്. ആൻഡ് 4th ഐ ആം ഗിവിംഗ് ടു ഗ്രേപ്സ്. അങ്ങനെ റാങ്ക് ചെയ്യാൻ കഴിയും. നമുക്ക് കമ്പയർ ചെയ്യാനും കഴിയും സംതൃപ്തി. എനിക്ക് കൂടുതൽ സംതൃപ്തി ലഭിക്കുന്നത് ഓറഞ്ചസിൽ നിന്നാണ്, ബനാനാസിൽ നിന്നല്ല. അങ്ങനെ ഉള്ളൊരു താരതമ്യ പഠനത്തിനും റാങ്ക് ചെയ്യാൻ കഴിയുന്നതുമാണ് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിന്റെ അടിസ്ഥാനം. So, what do you mean by ordinal utility analysis? The ordinal utility analysis assumes that utility cannot be measured in numbers. It can only be ranked, or we can compare the utilities which we are getting from consuming different goods and services. That is all about the ordinal utility analysis. ഈ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസുമായി ബന്ധപ്പെട്ട വളരെ സിഗ്നിഫിക്കൻ്റ് ആയ ഒരു കൺസെപ്റ്റാണ് ഇൻഡിഫറൻസ് കർവ്, നിസ്സംഗത വക്രം, ഇൻഡിഫറൻസ് കർവ്. So we will study about the indifference curve. It's a very important concept which relates to the ordinal utility analysis. Ordinal utility analysis-മായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ഇൻഡിഫറൻസ് കർവ്. വാട്ട് യു മീൻ ബൈ ദിസ് ഇൻഡിഫറൻസ് കർവ്? നിസ്സംഗത വക്രം എന്നാൽ എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ ഒരു ക്ലാസ് നമുക്ക് എടുക്കേണ്ടിയിരിക്കുന്നു. So we will study about indifference curve in the next class. Till then, goodbye. Thank you.